ഹായ് ഗൈസ്, ഇന്നൊരു ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കുഞ്ഞു വീഡിയോ ആയിട്ടത് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു ഓംലെറ്റ് മിക്സാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത്രയും കാണുന്ന ഇൻഗ്രീഡിയൻസുള്ള തക്കാളി, സവോള, പച്ചമുളക്, കുറച്ച് നമ്മളുടെ ക്യാരറ്റ് ഐറ്റംസ്, മുട്ട, അതുപോലെ ബ്രെഡ്, കുറച്ച് ചീസ്. അപ്പം നമ്മളിതേ ഒരു ബൗളെടുത്തു. അതിലേക്ക് നമ്മൾ 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ. 4 മുട്ട ആദ്യം നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ തക്കാളി, ക്യാപ്സിക്കം, നമ്മൾ സവോള, അതുപോലെ തന്നെ പച്ചമുളക്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് അതും, അതുപോലെ നമ്മളുടെ ക്യാരറ്റ്, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. വലിയൊരു ഇതുകൊണ്ടാണ് മിക്സ് ചെയ്യാനായിട്ട്. ശേഷം നമ്മളുടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. പാകത്തിന് ഉപ്പ്, നമുക്ക് എല്ലാവരും പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ശേഷം കുറച്ച് ഗരം മസാല, അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി. എരിവ് നിങ്ങൾക്ക് ആ പാകത്തിന് മതി. ഒരുപാട് സ്പൈസായവർക്ക് എരിവാണെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് എരിവ് വലിയ ഇതായിട്ട് അറിയില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നമുക്ക് മുളക് പൊടി ആയാലും മതി, ഓപ്ഷനിലാണ്. കുരുമുളക് പൊടി, മുളക് പൊടിയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതൊക്കെ തന്നെ ചെറിയ ചെറിയ കല്ലാകുന്നത് നമ്മളുടെ ബോട്ടിലായിട്ടാണ് കേട്ടോ. ഫ്ലെയിം ഓണാക്കി നമ്മൾ തവ വെച്ച് കൊടുത്തു. ശേഷം സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ബ്രെഡിനെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഇതാ ഓരോ ബ്രെഡായിട്ട് ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് എടുത്തു. ചെറിയ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മളത് ഒരു പ്ലേറ്റിലായിട്ട് മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ശേഷം നമ്മൾ കുറച്ച് ബാറ്ററിയിൽ നമ്മളുടെ ഓംലെറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തു. നന്നായി പരത്തി കൊടുക്കണം കേട്ടോ. അതൊന്ന് പാകമായി മനസ്സിലാകുമ്പോൾ നമ്മളതിന് മുകളിലേക്ക് ഓൾറെഡി നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുത്തു. പിന്നെ ശേഷം അപ്പോഴത്തേക്ക് മറിച്ചിട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കുറച്ച് ചീസ് നമ്മൾ ചെറിയ സ്ലൈസാക്കി ഇട്ട് കൊടുത്തിട്ട്, നല്ല അത്യാവശ്യം ചൂടുണ്ട്. നമ്മൾ ആ ചൂടോട് കൂടി തന്നെ ഓംലെറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ടുള്ള വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചൂടായി നമ്മൾ അതിനെ ഇറക്കി വെച്ചു. നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. മസ്റ്റ് ട്രൈ ദിസ്.